ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അതായത് BJPയുടെ കൂടെ വിജയ് ഒരു കാരണം വെച്ചാൽ നിൽക്കില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ നിന്നിരുന്നു. പക്ഷേ എൻ്റെ ധാരണ, ഞാൻ അന്നത്തെ കാര്യമുണ്ടല്ലോ, വിജയ് മാരിയല്ലേ ഞാനൊരു വില്ലൻ ചെയ്യുന്ന ആൾ. ഇപ്പം എൻ്റെ സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഇത്രയും ഡിലേ വന്നത്. 22 വർഷമായി ഞാൻ പൊളിറ്റിക്കൽ, എന്നാലും ഞാനിത് മാറിയില്ലല്ലോ. മാറിയത് എൻ്റെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. BJP പോയി കഴിഞ്ഞാൽ, കാരണം നരേന്ദ്രമോദി എന്ന ആ പ്രൈം മിനിസ്റ്ററെ ഞാൻ ശരിക്കും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന വിധം, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ഇന്നും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ചടങ്ങുകൾ, അവരുടെ ലാംഗ്വേജ്, ഭക്ഷണക്രമം എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഓരോ സ്റ്റേറ്റും ചെയ്യേണ്ടത് ആ സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടിക്കാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ ഈ BJPയോട് അടുത്തു, BJPയായിട്ട് ഞാൻ ചേർന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഏത് മണ്ഡലം വേണം ഈ മത്സരിക്കാനായിട്ട്, ഏത് മണ്ഡലം വേണം എന്ന് ചോദിച്ചു. അതാണല്ലോ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പാർട്ടി പോയിട്ട് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുക എങ്ങനെ തരും. അത് ഒരു മണ്ഡലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോവുക. ഞാൻ മണ്ഡലം കിട്ടാൻ വേണ്ടി പോയതല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മണ്ഡലം കിട്ടാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞു, BJPയും RSSനും കാലാകാലങ്ങളിൽ ഒരു റോങ് നെറേറ്റീവിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയുണ്ട്, ഒരു ഭീതിയുണ്ട്. അത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണുന്ന, വളരെ വിസിബിളായിട്ട് കാണുന്നത് ഈവൻ ഹിന്ദു സമൂഹത്തിൽ വരെ ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അത് നിങ്ങൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. നിങ്ങളിവിടെ കേരളത്തിൽ വന്നെങ്കിലും ഈ ഒരു ഭീതി കാര്യമായിട്ടുണ്ട്. അതിൽ ആ ഒരു ദിശയിലേക്ക് നിങ്ങൾ ഒന്നും പോയിട്ടില്ല. നിങ്ങൾ ആദ്യം പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഭീതി മാറ്റിയെടുക്കണം. ഈ ഭയം, അത് വോട്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള, അതും ഈ മൈനോറിറ്റീസിന് മാത്രമല്ല, ഹിന്ദുക്കളുടെ ഉള്ളിൽ ആ ഭീതിയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ, ആ സിറ്റുവേഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ്. അതിന് നമുക്ക് തോന്നുകയാണ്, എനിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ വിജയന് തോന്നുകയാണ്, നമുക്ക് ആ പാർട്ടി ഇതിന് നല്ലതല്ല എന്ന് തോന്നിയാൽ ഞാൻ മാറ്റിക്കളയും. ഞാൻ എൻ്റെ ആരാധനയെ പറ്റിയിട്ട് പറഞ്ഞതാണ്. ആസ് എ ലീഡർ, ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, ആസ് എ ലീഡറാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്നല്ല ഞാൻ പറയണത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മളുടെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ വിജയൻ്റെ ലക്ഷ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ എനിക്കും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റും. അത് അന്ന് പറ്റില്ലായിരുന്നു. 2004 ഒരു കാരണവശാലും നടക്കാൻ പറ്റില്ല. അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ യുവാക്കളിലേക്ക് വന്നു, യുവാക്കൾ രാഷ്ട്രീയത്തെ നോക്കിക്കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞൊരു നമുക്ക് 6-7 വർഷമായിട്ട് നമുക്ക് യുവാക്കൾ, പണ്ടൊന്നും യുവാക്കൾ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഈ രാഷ്ട്രീയം. ഇന്നിപ്പോൾ യുവാക്കൾ ശ്രദ്ധിച്ചു തുടങ്ങി, യുവാക്കൾ അഭിപ്രായം പറയാൻ തുടങ്ങി. അല്ലല്ല, ഒരിക്കലല്ല. അല്ല, കോക്രോച്ച് പാർട്ടിയായിട്ട് ഇതിനെപ്പറ്റി വലിയൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ പറയുന്നത് യുവത്വം, അത് ഇന്ത്യയിലെത്തിയും നമ്മുടെ എസ്പെഷ്യലി കേരളത്തിലേക്കും യുവാക്കളുണ്ട്, സ്റ്റുഡൻസ്. അതിനെ വെച്ചാൽ യുവാക്കളുടെ അഭിപ്രായങ്ങൾ മാറി. അല്ല, പ്രതിസന്ധിയായില്ല. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഞാനിതിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സ്ഥാനം തന്നില്ലെങ്കിലും ഈ ഓരോ സ്ഥാനാർത്ഥികൾ എന്നെ വിളിക്കും ക്യാമ്പയിന്. അങ്ങനെ ഞാൻ അതായത് BJPയുടെ ഔദ്യോഗികമായ ക്ഷണമില്ലാതെ തന്നെയാണ് എല്ലാ ക്യാമ്പയിനിലും പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അവരെന്നെ വിളിക്കില്ല, എന്നെ അടുപ്പിക്കില്ല ഒരു കാര്യത്തിലും. അപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരെന്നെ വിളിക്കും, ചേട്ടാ ആരും വരുന്നില്ല, ചേട്ടൻ വരുന്നു പറയുമ്പോൾ അങ്ങനത്തെ എല്ലാ ആൾക്കാരടുത്ത് ഞാൻ പോകുമായിരുന്നു.
അങ്ങനെ പല സ്ഥലത്തുകളിലും പോയി. അങ്ങനെ ഈ വാടനപ്പള്ളി മണ്ഡലത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മീറ്റിങ്ങിലേക്ക് പോകേണ്ട ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് അവർ വിളിച്ചിട്ട് എൻ്റെ കൂടെ വന്ന BJPക്കാരോട് പറഞ്ഞു, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇവിടെ ഒന്നും ആയിട്ടില്ല, ആൾക്കാർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ BJP സുഹൃത്ത്, എൻ്റെ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു വീടുണ്ട്, നമുക്ക് ഇവിടെ കയറിയിട്ട് ചായ കുടിച്ചിരിക്കാം, എന്നിട്ട് സമയമാകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറി ഞാൻ അവരെന്നെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി സീറ്റിൽ ഇരിക്കുന്നോട് കൂടി തന്നെ ഞാൻ കേൾക്കുന്നത് താഴെ നിന്ന് ഭയങ്കര ഒരു കമോഷനാണ്. അപ്പോൾ ഞാൻ എന്നെ കൂടെ നോക്കുമ്പോൾ ഒരുപാട് കോൺഗ്രസിൻ്റെ നമ്മുടെ TN പ്രതാപൻ്റെ കീഴിൽ 100 പേരുണ്ടായിരുന്നു. അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് എടാ ദേവേ ഇറങ്ങിവാടാ, എടാ ദേവേ ഇറങ്ങിവാടാ, എന്തൊക്കെ ഇതിനെ പറ്റിയിട്ട് കിറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഭയങ്കര ഇതാണ്. അതിനോടൊപ്പം തന്നെ വിത്തിൻ 5 മിനിറ്റ്സ് CPMൻ്റെ രവീന്ദ്രൻ മാഷിൻ്റെ കൂടെ വേറൊരു ഗ്രൂപ്പ് 100 പേരുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും BJPയിലത്തെ കുറേ ആൾക്കാർ വന്നു. ഭയങ്കരമായ ഒരു സംഘർഷാവസ്ഥയാണ്. അവർ പറഞ്ഞു എൻ്റെ ഇത്. അപ്പോൾ ഞാൻ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്കും എന്നെ മറ്റേ ADG വിളിച്ച് പറഞ്ഞു, അവിടെ ഭയങ്കരമായൊരു സിറ്റുവേഷൻ വളരെ മോശമാണ്, പുറത്തേക്ക് ഇറങ്ങരുത്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ ലോക്കൽ പോലീസ് കൊണ്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ്. അത്ര ഒരു വളച്ചലായിട്ടുള്ള ഒരു പ്രശ്നം നടക്കും ചിലപ്പോൾ. അതുകൊണ്ട് ദേവൻ പുറത്തേക്ക് പോകരുത്, അവിടെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു സെൻട്രൽ ഫോഴ്സിനെ അയക്കുകയാണ്. സെൻട്രൽ ഫോഴ്സിന് അദ്ദേഹം വിത്തിൻ 5 മിനിറ്റ് നേരത്തിനുള്ളിൽ സെൻട്രൽ ഫോഴ്സ് വന്നിറങ്ങി. അവരും തോക്കൊക്കെ പിടിച്ച് വടിയൊക്കെ പിടിച്ചിട്ട് വലിയൊരു സംഭവമാണ്. ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയുള്ള സമയം. അപ്പോൾ ഞാൻ അകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതാപൻ അവിടെ ഇരുന്നിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വേടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങാം. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ പറഞ്ഞു, ചേട്ടാ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് പോവും, കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എൻ്റെ ചെറുപ്പകാലത്തിൽ രാഷ്ട്രീയ പ്രവർത്തകൻ. അത് ഇങ്ങനെ അതായത് ഭീരുവായിട്ട് എനിക്ക് അകത്തിരിക്കാൻ പറ്റില്ല, മനസ്സിലായി. ഒരു ഭീരുവായിട്ട് ഞാൻ പോയില്ലെങ്കിൽ എന്താ വരിക, ഞാനൊരു ഭീരുവാണെന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ ഇറങ്ങി താഴെ ഞാൻ ആ ക്രൗഡിലേക്ക് അങ്ങനെ കയറി ചെല്ലുമ്പോൾ അപ്പോൾ പോലീസ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പോവല്ലേ സാറേ പോവല്ലേ, കാരണം ഏതെങ്കിലും ഒരാൾ ചെറിയൊരു കല്ലെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 ഗ്രൂപ്പുകളും കൂടിയിട്ട് വലിയൊരു കമോഷൻ, വലിയൊരു കലാപത്തിലേക്ക് പോകും എന്നുകൊണ്ട് അവർ നിർബന്ധിച്ച് എന്നെ മാറ്റി കളിച്ചു. എന്നാലും ഞാൻ എൻ്റെ എല്ലാ പ്രകടനങ്ങളും കാണിച്ചു ഫോർ BJP, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് സംഭവിച്ചത്. അല്ലാണ്ട് അങ്ങനെ ഒരു അല്ലല്ല, ഒരിക്കലല്ല. ഇത് TN പ്രതാപ് കുടിക്കുന്നതാണ്. TN പ്രതാപിൻ്റെ ഒരു രഹസ്യ അജണ്ടയാണ് അദ്ദേഹം. കാരണം ഞാൻ 5 മിനിറ്റ് അവിടെ ഇരിക്കുന്നതിലുമുള്ള 5 മിനിറ്റ് അപ്പോൾ ഇവരെന്നെ ഫോളോ ചെയ്യായിരുന്നു, മനസ്സിലായി. ഈ അലിഗേഷൻ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദേവൻ പോകുന്നുണ്ട്, നമുക്ക് പിന്നാലെ പോകാമെന്ന് പറഞ്ഞ് ഇവർ പിന്നാലെ ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. അല്ലാണ്ട് നമ്മുടെ പ്രാദേശിക നേതാക്കളൊന്നും ചെയ്തിട്ടില്ല.